രാഷ്ട്രീയ കളികൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടു വിജയ് അയാളൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടി രൂപീകരിച്ച് ആദ്യത്തെ ഇലക്ഷനെ മത്സരിക്കുന്നു. ഒരുപാട് തിരിച്ചടികളൊക്കെ ഉണ്ടായി. അതിനെല്ലാം വിസ്റ്റാൻഡ് ചെയ്തിട്ട് നല്ല ഒരു 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 സ്ഥാനം ആ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തു. 108 സീറ്റുകൾ നേടിയെടുത്തു. എന്നിട്ട് അയാൾ ആ 118 എന്നുള്ള മാർക്ക് ഭൂരിപക്ഷം തികയ്ക്കാൻ അയാളിട്ട് ഒരുപാട് ഓടിച്ചു നമ്മുടെ ഗവർണർ. ഒരുപാട് അയാൾ ബന്ധപ്പെട്ടു. വളരെ വലിയ ടെൻഷൻ ഉണ്ടായി. ഇലക്ഷൻ ഇത്രയും വലിയ ടെൻഷൻ അനുഭവിച്ച ഒരു മനുഷ്യനെ അടുത്ത സമയത്ത് കാണത്തില്ല. പക്ഷേ അയാൾ എന്നിട്ടത് നേടിയെടുത്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം കാണുന്ന കാര്യം എന്താ? അയാൾ ആരോടും വിരോധമൊന്നും മനസ്സിൽ വെക്കാതെയും ഒന്നും കാണിക്കാതെയും അയാൾ ഓരോ ആളുകളെ അടുത്ത് ചേർത്ത് പിടിക്കുന്ന നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ സ്റ്റാലിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നു ഉദയനിധി വന്ന് കെട്ടിപ്പിടിക്കുന്നു, സ്റ്റാലിൻ വന്ന് അശ്ലേഷിക്കുന്നു. അവർ വളരെ കാര്യമായിട്ട് അതായത് വളരെ ശത്രുക്കളായിട്ട് ഇലക്ഷനിൽ മത്സരിച്ചവരാണെങ്കിൽ പോലും ഈ വലിയ സ്ഥാനം കിട്ടിയിട്ടും അയാളത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന നമ്മൾ കാണുന്നു. കാര്യം എന്താ? അയാൾ രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ടാണ്. ഈ രാഷ്ട്രീയക്കാരനാവണമെന്നുണ്ടെങ്കിൽ അപാരമായ തൊലിക്കെട്ടി വേണം, ഇല്ലാതെ പറ്റത്തില്ല. ഇനി കാലങ്ങൾ കഴിയുമ്പോൾ വിജയം ചിലപ്പോൾ അത് നേടിയെടുത്തേക്കും. പക്ഷേ അഴിമതി അവിടെ ഒരു പരിധി വരെങ്കിലും ഇല്ലാതാകും എന്ന് വിജയിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് ഏതാണ്ട് കാണാവുന്നതാണ്. ആ രീതിയിൽ കാണുന്നു. അതൊരു ഒരു രജതരേഖയാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ അഴിമതി എന്ന് പറയുന്നത് അവിടെ പ്രശ്നമൊന്നുമല്ല. ഇപ്പം അവിടെ മന്ത്രിയുടെ ഓഫീസിലോട്ട് ചെന്നിട്ട് ഇങ്ങനൊരു കാര്യമുണ്ട്, എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ അപ്പുറത്തുകൊണ്ട് കാശ് കൊടുത്തിട്ട് വാ, കൈക്കൂലി വയ്ക്കുന്ന പരസ്യമായിട്ട്. അതാണ് കാര്യം. അവിടെ രഹസ്യമൊന്നുമില്ല. അവിടെ പോവും, ഉടനെ ഉദ്യോഗസ്ഥർ 1 കോടിയോ 2 കോടി രൂപ പറയും. അതിൽ നിന്ന് എങ്ങനെയായാലും ആ വാങ്ങിച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന് ഒരു 10 ലക്ഷം രൂപയെങ്കിലും കിട്ടും. അത് കാരണം അവരതനുസരിച്ച് പറഞ്ഞോളും. ഇതാണ് സിസ്റ്റം. ഇപ്പോൾ ഇത് അതിപ്പോൾ പ്രതിഫലിച്ചുണ്ടോ? ജനങ്ങൾ ഒരു കാലം കഴിയുമ്പോൾ ഉണ്ടല്ലോ പ്രതികരിക്കാൻ പഠിക്കും. അപ്പോൾ അവർ പ്രതികരിക്കാൻ പഠിച്ചു. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പ്രതികരിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടത്. വളരെ ജനാധിപത്യ ബോധം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീ പിണറായി വിജയനെതിരെയുള്ള വലിയൊരു വിധിയെഴുത്താണ് നമ്മൾ കണ്ടത്. ജനങ്ങൾ കൊടുത്തതാണ്, വേറൊന്നുമല്ല, ചോദിച്ചു വാങ്ങിയതുമാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞ എന്താ ഇത് പറയാൻ കാരണം, ഒരാൾ ഒരു 8 അതായത് 107 കഴിഞ്ഞ് 11 സീറ്റ് തികച്ചെടുത്ത് എങ്ങനെയെങ്കിലും മന്ത്രിസഭ രൂപീകരിക്കാനായിട്ടും അയാൾ നെട്ടോട്ടം ഓടി അത് സാധിച്ചെടുക്കുന്നു അവിടെ. എന്നിട്ട് അയാൾ മുഖ്യമന്ത്രിയാവുന്നു. ഇവിടെ 102 സീറ്റ് നേടിയെടുത്ത നമ്മുടെ UDF അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിക്കാൻ പറ്റിയില്ല. മുഖ്യമന്ത്രിയെ അത് നമ്മൾ കാണേണ്ടതാണ്. ജനങ്ങളൊക്കെ ഇത് നോക്കിയിരിക്കും. അതായത് ഒരു അവമതിപ്പ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. ഇപ്പോൾ ഏതായാലും അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരണം. അത് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിശാലമായ ചർച്ചയ്ക്ക് ഹൈക്കമാൻഡ് തയ്യാറായേക്കുന്നതായി മനസ്സിലായി. അതിനിടയിൽ മുഖ്യമന്ത്രി നിർമ്മിക്കുന്നതല്ല ഇവിടുത്തെ ചാനലുകാരാണ്. 2-3 ചാനലുണ്ട് കേട്ടോ. അത് ഏതൊക്കെ ചാനലെന്ന് ഞാൻ പറയുന്നില്ല. അവരങ്ങ് മുഖ്യമന്ത്രി തീരുമാനിക്കുക. NDTV ഉൾപ്പെടെ. NDTV ആരുടെയെന്ന് അറിയാമല്ലോ, അദാനിയുടെ ചാനലാണ്. അവരുൾപ്പെടെ തീരുമാനിക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതിനെ കുറിച്ച് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനിടയിൽ അരവശ്ശേരി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മാന്യൻ, അയാൾ CPM കാരനാണ്. അയാൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു പഞ്ചായത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു ബോർഡ് അങ്ങ് വെച്ചു. ആ ബോർഡ് പതുക്കെ വെച്ച് എന്തോന്നറിയോ, KC നയിക്കട്ടെ എന്ന് ഒരു ബോർഡ് വെച്ചു. വേണുഗോപാൽ അറിഞ്ഞിട്ട് പോലും ഉള്ള കാര്യമല്ല. വേണുഗോപാൽ അങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. അവസാനം നോക്കിയപ്പോൾ എന്തെന്നറിയോ, ഇത് വലിയ പ്രശ്നമായി. അവിടെ ആ നാട്ടുകാരൊന്നും വെച്ചിട്ടില്ല. സേവ് കോൺഗ്രസ് ഫോറം എന്നും പറഞ്ഞുള്ള പേരിലാണ് ഈ ബോർഡ് വെച്ചേക്കുന്നത്. അവസാനം നോക്കി ഇതെങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കണമല്ലോ. അവിടെ CCTV ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചപ്പോഴാണ് ഈ മുഹമ്മദാണ് ഇതിൻ്റെ ഉൽപ്പാദകൻ എന്ന് കണ്ടത്.
കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ കാര്യമായതിലും വളരെ തമാശ. ഞാൻ വിചാരിച്ച് ഈ ഇവിടുത്തെ CCTV കേടാന്ന്. അത് വേറെ മാറ്റി വെച്ച വിവരം ഞാൻ അറിഞ്ഞില്ലെന്ന്. മനസ്സിലായോ? ഹോ! ഈശോ! ഈ CCTVയുടെ കാര്യം കൊണ്ട് തോറ്റ്. പണ്ട് ജനാർദ്ദൻ ഒരു സിനിമ പറയുമല്ലോ, ഓ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റ് എന്ന് പറയുന്നത് പോലാണ് മുഹമ്മദ് ആപ്പാടെ വെള്ളത്തിലായി. മുഹമ്മദ് വെള്ളത്തിലായി. അവസാനം സംഭവം എന്താ? ഈ CCTV വർക്ക് ചെയ്യുന്നില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. കേടാന്ന് വിചാരിച്ചു. പക്ഷേ അത് നന്നാക്കിയ വിവരം, അത് ശരിയാക്കിയ വിവരം ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്തതെന്നല്ല. CCTVയുടെ കുഴപ്പമാണ്, മുഹമ്മദിൻ്റെ കുഴപ്പമല്ല, CCTVയുടെ കുഴപ്പമാണ്. ഈ കോൺഗ്രസിനെ വെള്ളത്തിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് ആ രീതിയിലേക്ക് മാറി. അതാണ് നമ്മൾ കാണേണ്ടത്. ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ നമ്മുടെ VD സതീശനും പൈലറ്റ് എസ്കോർട്ടും അനുവദിച്ചു പോലീസ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, മുൻ മുഖ്യമന്ത്രിനെ ഇപ്പോഴും അത് കാവൽ മുഖ്യമന്ത്രിയാണ്, കാവൽ മുഖ്യമന്ത്രിക്ക് നേരത്തെ മുതലേ ഉണ്ട് Z+ കാറ്റഗറിയല്ലേ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം എന്നാൽ ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തോടുകൂടി അദ്ദേഹം വിചാരിച്ചു ഇത് വേണ്ടാന്ന്. അങ്ങനെ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഈ 40 വണ്ടിയൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് നടക്കാൻ പറ്റും. മറ്റേത് ഈ 40 വണ്ടിയും 400 പോലീസുകാരെയും കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ ഇല്ലാതാക്കാം, അത് പറ്റും എന്ന് മനസ്സിലായി. ഏതായാലും അദ്ദേഹം അതങ്ങ് വേണ്ടാന്ന് വെച്ചു. അദ്ദേഹത്തിന് പൈലറ്റ് എസ്കോർട്ടും ഒന്നും വേണ്ട, ആ രീതി അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഇതുപോലെ പൈലറ്റ് എസ്കോർട്ടും അനുവദിച്ചു പോലീസ്. അപ്പോൾ അവർ രണ്ടുപേരും അതിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ആരെങ്കിലും അയാൾ മുഖ്യമന്ത്രി ആയാലല്ലേ ഇത് കിട്ടുള്ളൂ, അതുകൊണ്ട് അത് വേണ്ട എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഇവിടെ 500-ൽ പരം പോലീസുകാർ യാതൊരു സെക്യൂരിറ്റി ത്രെറ്റും ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ ഗൺമാന്മാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാം, എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട്, അവരെ ഒരു പൂച്ചയ്ക്കും പട്ടിക്കും വേണ്ട, അങ്ങനെയുള്ളവന്മാർ പോലും ഈ പോലീസിനെയും കൊണ്ടാണ് നടക്കുന്നത്. അത് എന്താണ് ഇത്, പോലീസ് ഏതാണ്ട് ഒരു അധികാര ചിഹ്നം പോലാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. സെക്യൂരിറ്റി ത്രെറ്റ് ഉള്ളവർക്ക് ഉള്ള സുരക്ഷ പിണറായി വിജയൻ പിൻവലിച്ചിട്ടുമുണ്ട്. അത് വീണ്ടും ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു 500-ൽ പരം പോലീസുകാർ നിർബന്ധമായിട്ടും പുതിയ ഗവൺമെൻറ് കയറിയാൽ അപ്പോഴിത് വിഡ്രോ ചെയ്യണം. സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ട് എന്ന് കാണുന്നപ്പോൾ P ജയരാജൻ, അയാൾക്ക് സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു, അയാൾക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന പല ആളുകളുണ്ട്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പോലുള്ള ആളുകൾ. അതുമാത്രവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളുണ്ട്, അയാൾക്ക് വരുന്നുണ്ട് ഇപ്പോഴും പോലീസുകാരെ കൂടെ ഗൺമാൻ. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് മണിയാണ്, പൊതു ഖജനാവിൽ നിന്നുള്ള പണമാണ് ഇവർക്കടുത്ത് ശമ്പളം കൊടുത്തൊക്കെ നിർത്തുന്നത്. അതൊക്കെ അവസാനിപ്പിക്കണം. ഇതെല്ലാം അഴിമതിയുടെ ആ ഗണത്തിൽ വരും. ആവശ്യമില്ലാത്ത ആളുകൾക്ക് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ള വ്യാജേന പോലീസുകാരെ സപ്ലൈ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കുറേ പേര്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ഗൺമാന്മാരുണ്ടല്ലോ, യുവന്മാർ വലിയ വടിയും കൊണ്ട് ഓടിച്ചിട്ട് അവിടെ ചെന്ന് ഇവരെയൊക്കെ തല്ലി കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഈ CD നമ്മുടെ AD തോമസിനെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നമ്മുടെ ഇപ്പോഴത്തെ നീത്ത MLA, ആലപ്പുഴ MLA AD തോമസിനെയൊക്കെ കൂടെ ഉള്ളവരെയും ഏതിനെ നവകേരള സദസ്സിൻ്റെ വാഹനത്തിന് കരിങ്കുടി കാണിക്കാൻ പോയി എന്നുള്ള കാരണത്താൽ ഇഷ്ടം പോലെ ചവിട്ടി കൂട്ടി എടുത്തിട്ട് അടിച്ച് മുതിര അടിക്കുന്നവരെ എടുത്തിട്ട് തല്ലി. അപ്പോൾ ഇവന്മാർ വീണ്ടും ഈ മുഖ്യമന്ത്രിക്ക് ഗൺമാനെ കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കാം, സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ടോ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞാലേ കൊടുക്കാം. പക്ഷേ ഈ പോലീസുകാരന്മാർ ഒരിക്കലും അയാൾക്ക് കൊടുക്കരുത്. കൊടുക്കാതെ ഇവന്മാരെ വിഡ്രോ ചെയ്യണം നിർബന്ധമായിട്ട്. ഇവരെ സർവീസിലോട്ട് തിരിച്ചയക്കണം. കാരണം ഇതിന് ആളുകൾക്ക് ഭയങ്കര തെള്ളാണ്, വലിയ റെക്കമെൻഡേഷനാണ് വരുന്നത്. നമ്മളെ കൂടെ ഇങ്ങനെ, സാർ എൻ്റെ കൂടെ നിർത്തണം, എന്നെയും കൂടെ ഒന്ന് നിർത്തണം എനിക്ക്. കാരണം എന്താണെന്നറിയോ, ജോലി ചെയ്യാൻ വയ്യ, പോലീസ് സ്റ്റേഷനിലുള്ള ജോലി ചെയ്യാൻ വയ്യ,
പിന്നെ അത് മാത്രമല്ല പൊതുനിരത്തിലൊക്കെ ട്രാഫിക് കൺട്രോളൊക്കെ വന്ന് ട്രാഫിക്കിലുമൊക്കെ ജോലി ചെയ്യാൻ ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവർ ശരീരം അനങ്ങാതെ നടക്കുന്ന ആളുകളാണ് ഈ ഗൺമോന്മാർ. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുള്ളതാണ്, എനിക്കിപ്പോൾ നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ ഇത് നോക്കണം. ഇങ്ങനെ ഇതുപോലെ ഈ ഗൺമാന്മാരായിട്ട്, അതായത് ഇതുപോലെ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന ഇവരെ വീണ്ടും ചോദിച്ചാൽ അവരെ കൊടുക്കരുത്. വേറെ ആളുകൾ ആവശ്യക്കാരുണ്ട്, അവർക്ക് കൊടുക്കണം, അല്ലാതെ ഇവർക്ക് കൊടുക്കരുത്. വീണ്ടും ഇങ്ങനെ ക്രിമിനൽ ടെൻഡൻസി ഉള്ളവന്മാരെയാണോ ഇതിൽ വെക്കുന്നത്? അവർ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി നോക്കിയതാണോ? മുഖ്യമന്ത്രി അവിടെ കളഞ്ഞിട്ട് വന്നാണ് ഇവരെ എടുത്തിട്ട് അടിക്കാൻ പോയത്. അപ്പോൾ അവരെ ആ ഡ്യൂട്ടിക്ക് കൊള്ളത്തില്ല എന്നുള്ള കാരണത്താൽ നിർബന്ധമായിട്ടും അവർക്ക് ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കരുത്. അവന്മാരെ വിഡ്രോ ചെയ്യണം, വേറെ ആളുകളെ നിയമിക്കണം. മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കരുത്, അത് ശരിയല്ല, കൊടുക്കാം. പക്ഷേ ഈ പറയുന്ന പോലീസുകാരെ ഇപ്പോൾ ഉള്ളവന്മാരെ കൊടുക്കരുത്, വേറെ ആളുകൾ കൊടുക്കണം. അപ്പോൾ എനിക്ക് വേറെ ആളുകൾ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വേണ്ട, തീർന്നു. യവന്മാരെ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ അടി കൊടുത്തവന്മാർക്ക് വീണ്ടും സൗകര്യം കൊടുക്കരുത് ഈ സർക്കാർ. വരാൻ പോകുന്ന ഗവൺമെൻറ് ആരോ മുഖ്യമന്ത്രിയാവട്ടെ, അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ധൂർത്ത് അവസാനിപ്പിക്കണം, ശക്തമായ നടപടി വേണം നമ്മുടെ നാട്ടിൽ. അതുമായിട്ട് മുന്നോട്ട് പോകണം. ആര് മുഖ്യമന്ത്രിയായിട്ട് വന്നാലും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. അത് യഥാർത്ഥത്തിൽ വിജയ് ഒന്ന് കണ്ടുപഠിക്കട്ടെ, നല്ലതേ ഉള്ളൂ.